എന്തൊക്കെ പറഞ്ഞാലും അഭിമന്യുവിന്റെ കൈപുണ്യം കൊള്ളാം. അമൃതയ്ക്ക് പഞ്ചരത്നത്തിലെ ഒരു നല്ല കുശിനിക്കാരനെ കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദേ ഇത് കഴിക്കാതെ പോയിരുന്നെങ്കിലേ നഷ്ടമായി പോയാണ്. ഒരു സൈഡ് ഡിഷ് ഇല്ലെങ്കിലും ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ നല്ല രുചിയാ അല്ലേ? അത് ശരി. കഴിച്ചു. അതെ, കഴിച്ച ഉടനെ നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടണം. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. ഇത്രയും വലിയ കുഴപ്പമുണ്ടാക്കിയത് നമ്മളാണെന്ന് ഇവിടെ ഒരു സംശയം തോന്നരുത്. അച്ഛനും ആകാശോടെ മഹേന്ദ്രനെ ചികിത്സിക്കാൻ ആശുപത്രി പോയി കാണും. എന്ത് കലാവതിയുടെ അനിയൻ മഹേന്ദ്രനെ എവിടെയെങ്കിലും കണ്ടോ? എന്താ അങ്കിളെ കാര്യം? ആ പട്ടിയെ ഞാൻ കൊല്ലും. ഇനി അവനെ കൊല്ലാനൊന്നും ഇല്ല സോമ. അയാള് ചത്തു. ചത്തുന്ന അപ്പൊ ഇവിടെ നടന്നു സോമൻ അറിഞ്ഞില്ലേ? എങ്ങനെ അറിയാ? എന്റെ ബോധം പോയില്ലേ? ബോധം പോയെന്നോ? സോമൻ എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ ഉണ്ട്. ആ വട്ടം മഹേന്ദ്രന് എന്താ പറ്റിയത് അത് പറ. എന്നാ പിന്നെ എന്റെ അമൃതയ്ക്ക് വേണ്ടി ഞാനത് കത്തിക്കും. താ. അവൻ ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണത്. അവനിനെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിരിക്കട്ടെ, സോമൻ കഴിച്ചോ? ദേ നല്ല ഉഗ്രൻ ഫ്രൈഡ് റൈസാ. ചെന്ന് എടുത്തോണ്ടൊന്ന് കഴിച്ചു നോക്ക്. എന്താണെന്നറിയില്ല, നല്ല വിശപ്പ്. 2 പ്രാവശ്യം അടി കൊണ്ടുകൊണ്ടായിരിക്കും. എന്തായാലും പോയി കഴിച്ചേക്കാം. ഇവിടെ വെച്ച് മഹേന്ദ്രന്റെ ജീവൻ ആപത്ത് വല്ലതും സംഭവിച്ചിരുന്നെങ്കിലേ അതിന്റെ പേരിൽ നമ്മളെല്ലാം പുലിവാല് പിടിച്ചേനെ. എന്തായാലും വലിയ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മാത്രം മതി നമുക്ക് ആശ്വസിക്കാം. എന്നാലും എന്റെ കുറ്റബോധം മാറില്ല അപ്പച്ചി. ഇത്തരം സന്തോഷങ്ങളൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല. അമൃതമോളെ, ഈ ആഘോഷം ഞാൻ ആദ്യമേ തടയേണ്ടതായിരുന്നു. മോളെ, ദൈവം ചേച്ചി രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചേച്ചി ആ ക്യാൻഡിൽ കൊളുത്തിരുന്നെങ്കിൽ ചേച്ചിക്ക് അപകടം സംഭവിക്കുമായിരുന്നു. ഒരിക്കൽ കൂടി മഹേന്ദ്രൻ എന്റെ ജീവൻ രക്ഷിച്ചു. പണ്ട് കുഞ്ഞായിരുന്നപ്പോ വെള്ളത്തിൽ വീണ് മുങ്ങി ചാവാൻ പോയ എന്നെ 2 കൈകൊണ്ടും വാരിയെടുത്തവനാ മഹേന്ദ്രൻ. ആ മഹേന്ദ്രന് നമ്മുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചതില് എനിക്ക് നല്ല വിഷമമുണ്ട്. അയാൾ ഈ ബർത്ത്ഡേ പാർട്ടി കുളമാക്കാനാ നോക്കിയത്. പഴയ കാര്യങ്ങളുടെ പേരിൽ ഒരു സെന്റിമെന്റ്സും വേണ്ട ചേച്ചി. കലയമ്മ മാത്രം ഓർത്താ ഞാൻ ആ മാനസിക രോഗി ഇതിനകത്ത് കയറ്റിയത്. എന്റെ വിവേകിനോട് അവൻ ചെയ്തെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അവന് സംഭവിച്ച ദുരന്തത്തിൽ നമുക്ക് ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. അതവൻ അർഹിക്കുന്നതാ. ആഹാ, നിങ്ങളെല്ലാരും ഇവിടെ വന്നിരിക്കുകയാണോ? ആഹാരം കഴിക്കുന്നില്ലേ? അമൃതമോളെ, നീ അനിയത്തിമാരെ വിളിച്ചുകൊണ്ട് പോയി ആഹാരം കഴിക്ക്. ഞാൻ കഴിക്കുന്നില്ല, എനിക്കൊന്നും വേണ്ട. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നില്ലേ, എനിക്കിന്ന് ആഹാരം ഇറങ്ങില്ല. ചേച്ചി കഴിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.